പബ്ലിക്കിൻ്റെ ഇടയിൽ ജ്ഞാനായ സമുദായത്തെക്കുറിച്ച് വേറൊരു തരത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ജ്ഞാനായ സമുദായം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ അയിത്തം കൽപ്പിക്കുന്ന എന്തോ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. ജ്ഞാനായ കത്തോലിക്കരുടെ എണ്ണത്തിൽ കുറവും രൂപതാ സംവിധാനങ്ങളിൽ കുറവുമുണ്ടായി. അപ്പോൾ സീറോ മലബാർ സഭയുടെ അംഗസംഖ്യ വർദ്ധിച്ചു, രൂപതകൾ വർദ്ധിച്ചു. സീറോ മലബാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ജ്ഞാനായ കത്തോലിക്ക സമുദായത്തിൽ നിന്നാണ്. അതായത് സീറോ മലബാർ ആരാധനക്രമം ഇവിടെ കൊണ്ടിരുന്നത് ജ്ഞാനായ കത്തോലിക്കർ. സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം നമ്മുടെ സമുദായം നിലനിൽക്കുക തന്നെ ചെയ്യും. വെരി ഗുഡ്. ഈ സൈബർ ആക്രമണമൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. ജ്ഞാനായ സമുദായം ഉണ്ടെങ്കിലേ സീറോ മലബാറിന് സീറോ മലബാർ എന്ന പേരിൽ നിലനിൽക്കാൻ പറ്റും. സർവശക്തനായ ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷണമുള്ള ഒരു ജനതയാണ് ജ്ഞാനായ സമുദായം. ജ്ഞാനായ സമുദായത്തിൻ്റെ വളർച്ച വിദേശ രാജ്യങ്ങളിൽ തീർച്ചയായും മിഷനിലൂടെ സാധ്യമാക്കണം എന്നാണ് നമ്മളുടെ മെത്രാൻ ആഗ്രഹിക്കുന്നത്, രൂപതാ നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നടന്നു വരുന്നു. പിന്നെ ഇതെല്ലാം മനസ്സിലാക്കണം. നമ്മൾ ശരിക്കും AD 345 ഇവിടെ വരുന്നത് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം, അതായത് ഇവിടെ ഇടയനില്ലാതെ കുറേ ക്രിസ്തുവിനെ അറിയാവുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആത്മീയ നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. എന്നിരുന്നാൽ പോലും നമ്മുടെ വ്യതിരക്തത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഒപ്പം ചേർത്തുകൊണ്ട് നമ്മൾ നമ്മുടേതായ പൈതൃകം മാറ്റി നിർത്തിയാണ് നമ്മൾ ഇന്നേ വരെ വന്നേക്കുന്നത്. ഈ 1700 വർഷക്കാലമായി. അപ്പം അത്തരത്തിൽ അന്ന് കേരളത്തിൽ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സഭയെ പിടിച്ചു നിർത്താനുള്ള കർത്താവിനോട്, ക്രിസ്തുവാകുന്ന സഭയോട് ഇവിടെയുള്ള മറ്റു സമൂഹങ്ങളെ ചേർത്ത് നിർത്തി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യം നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനിന്ന് മനസ്സിലാക്കുന്നത് യൂറോപ്പ് പോലുള്ള മേഖലകളിൽ ഇന്ന് ക്രിസ്തീയതയുടെ മൂല്യം കുറഞ്ഞു പോരുന്നു. ഒരു കാലഘട്ടത്തിൽ അവിടെ വളരെ ശക്തമായിട്ട് നിന്ന ഇന്ന് കേരളത്തിലേക്ക് പോലും ക്രിസ്തുമതം കൊണ്ടുവന്ന ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന മേഖലകളിൽ ഇന്ന് ക്രിസ്തുമതം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള മേഖലയിലേക്ക് ഇന്ന് കേരളത്തിൽ നിന്നും ജ്ഞാനക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ അറിയാവുന്ന, ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന കുറേയധികം ആൾക്കാർക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് ദൈവം നിയോഗിക്കപ്പെട്ടതാണ് ജ്ഞാനായ സമുദായത്തെ വിദേശങ്ങളിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉദാഹരണം, ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മൾ റോം സന്ദർശിച്ച വേളയിൽ യൂറോപ്പിലെ പല പള്ളികളിലൊക്കെ നമ്മൾ സന്ദർശിച്ചിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ചില പള്ളികളിലൊക്കെ ജ്ഞാനായ വൈദികരാണ് അവിടെ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു പക്ഷെങ്കിൽ നമ്മുടെ ഒരു അറിഞ്ഞോ അറിയാതെയോ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു സത്യമാണിത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അല്ലെന്നുണ്ടെങ്കിൽ സഭാ ശുശ്രൂഷയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ, കുറവ് വരുമ്പോൾ അങ്ങോട്ടേക്ക് ജ്ഞാനായ സമുദായ അംഗങ്ങളെ പറഞ്ഞയക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വലിയൊരു പദ്ധതിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ലോകത്തെല്ലായിടത്തും ചെല്ലുന്നതും അവിടെ ആദ്യം നമ്മൾ ഉറയ്ക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുന്നതിനുള്ള ക്രമീകരണത്തിനായിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുള്ളതാണ് വസ്തുത. സാറേ, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജ്ഞാനായ സമുദായത്തിന്, പ്രത്യേകിച്ചും ജ്ഞാനായ കത്തോലിക്കരുടെ മേൽ വളരെ ശക്തമായ ഒരു സൈബർ ആക്രമണം വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെല്ലാവരും അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു സംശയം, ഇത്ര ശക്തമായ അല്ലെങ്കിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം അത്ര രൂക്ഷമായ ഒരു സൈബർ ആക്രമണം ജ്ഞാനായ കത്തോലിക്കരായ നമുക്കെതിരെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളോ മറ്റ് വൈദിക സംഘടനകളോ അതോടൊപ്പം തന്നെ യാതൊരു തരത്തിലുള്ള ഒരു പ്രതിരോധമോ ഒരു പ്രതികരണങ്ങളോ ഇതുവരെ കേട്ടിട്ടില്ല? എന്തുകൊണ്ടാണ് ക്രിയാത്മകമായി നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനും പ്രതിരോധിക്കാനും കഴിയാത്തത്? സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ജ്ഞാനായ അംഗങ്ങൾക്ക്, സമുദായത്തെ സ്നേഹിക്കുന്ന ഏവർക്കും അതിയായ മനോവിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ
ഒരു സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹികൾ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികൾക്ക് മറ്റുള്ളവർ പറയുന്നത് പോലെ എല്ലാം പെട്ടെന്ന് ചാടി ഒരഭിപ്രായം പറഞ്ഞ് അതൊരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളത് സസൂക്ഷ്മം ശ്രദ്ധിച്ചു വരികയായിരുന്നു. കാര്യങ്ങൾ പഠിച്ച് ഓരോ ഘട്ടത്തിലും നമ്മളതിൻ്റെ റിപ്പോർട്ട് മറുപടികൾ കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനി കൊടുക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചത് ഏതാണ്ട് 24-ൽ പരം യൂട്യൂബർമാർ നമ്മളെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്തായാലും ഈ യാതൊരു കാരണവും കൂടാതെ സമുദായ നേതൃത്വത്തെ ഈ സൈബർ ആക്രമണത്തിന് തീർച്ചയായും നിയമപരമായി നേരിടുക എന്നുള്ളതാണ് നമ്മളുടെ തീരുമാനം. കഴിഞ്ഞ വർക്കിംഗ് കമ്മിറ്റിയിൽ അതിന് തീരുമാനമെടുത്തു. ഞങ്ങളതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു. സത്യത്തിൽ എന്ന് വെച്ചാൽ ഈ യൂട്യൂബേഴ്സ് ഈ അടുത്ത കാലത്ത് അവർക്ക് കണ്ടൻറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിൻ്റെ അത് വസ്തുതയുണ്ടോ എന്നുള്ളതിൻ്റെ അകത്ത് പ്രസക്തിയില്ല. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ക്നാനായ സമുദായത്തിൻ്റെ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ക്നാനായ സമുദായം എൻഡോഗമി സംരക്ഷിച്ചു പോകുന്നൊരു സമുദായമാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റേതായ ദൈവിക നിശ്ചയമുണ്ട്, അല്ലെ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുണ്ട്. അതിന് പ്രകാരമാണ് അതിൻ്റെ ബിബ്ലിക്കലായിട്ടുള്ള അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്നാനായ സമുദായം എൻഡോഗമി സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇത് അറിവില്ലാത്ത നല്ല ശതമാനം ആൾക്കാരെ സംബന്ധിച്ചോളം ഇതെന്തോ വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത്. അതായത് ക്നാനായ സമുദായം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളവരെ പുറത്താക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഇവർ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സത്യത്തിൽ നമ്മൾ പുറത്താക്കുന്നില്ല. അവർ സ്വയം സിറോ മലബാറിന് തന്നെ മറ്റ് ഇടപെടലിലേക്ക് ചേരുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ക്നാനായ സമുദായത്തിൽ നിന്ന് ആരെയും വിവാഹം മൂലം പുറത്താക്കുന്നില്ല. അവർ സ്വയം മറ്റ് ഇടപെടലിലേക്ക് ചേരുകയാണ്. അതായത് ഭാര്യയും ഭർത്താവും 2 രൂപതാധ്യക്ഷൻ്റെ കീഴിൽ വരുമ്പോൾ 2 പേർക്കും 2 രൂപതാധ്യക്ഷന്മാർക്ക് ആത്മീയ ശുശ്രൂഷ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സ്വംശവിവാഹ നിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തി മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിലെ മറ്റ് സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നിച്ച് ആത്മീയ ശുശ്രൂഷ ഒരു ഇടയൻ്റെ കീഴിൽ ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് സത്യത്തിൽ അത് ചെയ്യുന്നത്. ഇതിനെ സമൂഹം മറ്റൊരു തരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഇത് നമ്മൾ പുറത്താക്കുന്നു എന്നുള്ള വേറൊരു ഒരു വ്യാഖ്യാനം അതിന് കൊടുത്തുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കിൻ്റെ ഇടയിൽ ക്നാനായ സമുദായത്തെക്കുറിച്ച് വേറൊരു തരത്തിലാണ് അതിനെ നോക്കിക്കാണുന്നത്. ക്നാനായ സമുദായം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ അയിത്തം കൽപ്പിക്കുന്ന എന്തോ ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടാകുന്നു, ചർച്ചകളുണ്ടാകുന്നു. അപ്പോൾ ഇവരെ യൂട്യൂബിൻ്റെ അകത്ത് മാക്സിമം ആൾക്കാർ ഷെയർ ചെയ്യപ്പെടുന്നു, അല്ലെ ഇത് കാണുന്നു, അതനുസരിച്ച് അവർക്ക് ഇൻകം ഉണ്ട്. അപ്പോൾ ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഈ അടുത്ത കാലത്തായിട്ട് ക്നാനായ സമുദായത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് കണ്ടെത്തിയേക്കുന്ന പുതിയൊരു മാർഗം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സ് ഈ അടുത്ത കാലത്ത് ക്നാനായ സമുദായത്തിനെതിരെ തിരിഞ്ഞേക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ക്നാനായ സമുദായത്തിന് വ്യക്തമായ ഒരു ദിശാബോധവും ഒരു പ്രേക്ഷിത ചൈതന്യവും അവരുടെ സ്നേഹവും കൂട്ടായ്മയും ഐക്യവും പൊരുത്തവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പല സമുദായങ്ങളും അപ്രിഷ്യേറ്റ് ചെയ്തുവരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പുതിയ തലമുറ അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു മോശം അഭിപ്രായം പറയുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളും ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഉണ്ടാകും, അല്ലെ ഉണ്ട് എന്ന് വേണം നമുക്ക് ധരിക്കാം, അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. സീറോ മലബാർ സഭയും ക്നാനായ കത്തോലിക്ക സമുദായവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ക്നാനായ സമുദായവും സീറോ മലബാർ സഭയും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ് ഇപ്പോൾ പോകുന്നത്. അത് ഈ സീറോ മലബാർ സഭയുടെ തുടക്കം തന്നെ അതിന് തുടക്കം കുറിച്ചത് ക്നാനായ സമുദായമാണ്. ക്നാനായ സമുദായ പുരോഹിതരും മെത്രാന്മാരും അവരാണ് ഈ സീറോ മലബാർ സഭയുടെ ഹൈറാർക്കിക്ക് തന്നെ ആരംഭം കുറിച്ചത്. അതുപോലെ സീറോ മലബാർ സഭയുടെ ഒരു നട്ടെല്ലാണെന്നാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ
പല ഭാഗങ്ങളിലും പലപ്പോഴും ക്നാനായ സമുദായത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, സീറോ മലബാർ സഭയുടെ അഭേദ്യമായ ഒരു ഘടകമാണ് ക്നാനായ സമുദായം. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മളിപ്പോഴും സഹകരിച്ചു പോകുന്നു അവരുമായിട്ട്. സാറേ, വെച്ചാൽ സീറോ മലബാറിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ക്നാനായ കത്തോലിക്ക സമുദായത്തിൽ നിന്നാണ്. അതായത് സീറോ മലബാർ ആരാധനക്രമം ഇവിടെ കൊണ്ടിരുന്നത് ക്നാനായ കത്തോലിക്കരാണ്. ഈ ക്നാനായ കത്തോലിക്ക വിഭാഗമാണ് സീറോ മലബാർ ആരാധനാക്രമം ഇവിടെ കൊണ്ടിരുന്നതും ആ വിഭാഗത്തെ അത്തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ബേസ് എന്ന് പറയുന്ന ക്നാനായ സമുദായം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സീറോ മലബാർ ക്നാനായ സമുദായം രണ്ടായിട്ട് കാണാൻ പറ്റത്തില്ല. സീറോ മലബാർ എന്ന് പറയുന്നത് ക്നാനായ സമുദായമാണ്. ക്നാനായ സമുദായം ഉണ്ടെങ്കിലേ സീറോ മലബാറിന് സീറോ മലബാർ എന്ന പേരിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ വിശ്വാസത്തെ അത്തരത്തിൽ ആ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ക്നാനായ സമുദായം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്നാനായ സമുദായം ഇല്ല എന്നുണ്ടെങ്കിൽ സീറോ മലബാറിന് ചരിത്രമില്ല, പൂർണ്ണതയില്ല. സീറോ മലബാറിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്, സീറോ മലബാർ എന്താണ് അതിൻ്റെ ബേസ് ക്നാനായ സമുദായം. അതുകൊണ്ട് ക്നാനായ സമുദായത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സീറോ മലബാർ ഇല്ല. ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കുന്ന ഒരു സമൂഹം ആണ് ക്നാനായ കത്തോലിക്കർ. അതുകൊണ്ട് ക്നാനായ കത്തോലിക്കരുടെ എണ്ണത്തിൽ കുറവും രൂപതാ സംവിധാനങ്ങളിൽ കുറവുമുണ്ടായി. അപ്പോൾ സീറോ മലബാർ സഭയുടെ അംഗസംഖ്യ വർദ്ധിച്ചു, രൂപതകൾ വർദ്ധിച്ചു. അതുകൊണ്ട് ഈ സമുദായത്തെ ഒന്ന് ചെറുതാക്കി കാണിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ചില കോണുകളിൽ നിന്നും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല. ചുരുക്കം ചില മേഖലകളിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ട് നമ്മൾ AD 345 വരുന്നു. 7 ഇല്ലങ്ങളിൽ നിന്ന് 72 കുടുംബക്കാരടങ്ങുന്ന ഏകദേശം 400ഓളം പേര്, അത്രയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ സ്വവംശ വിവാഹനിഷ്ഠ പാലിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷൻ വലുതായിട്ട് അങ്ങ് നമ്പർ കൂടുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചോളം സീറോ മലബാറിന് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വിശ്വാസം സ്വീകരിച്ച് വന്നവരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്പർ കൂടി വരുന്നു. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പം നമ്മളായിരുന്നു മെജോറിറ്റിക്ക് പോലും, പിന്നീട് നമ്പർ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം മെത്രാന്മാർ അതുപോലെ വൈദികരൊക്കെ സീറോ മലബാറിൽ ക്നാനാക്കാരില്ലാത്തവർ കൂടുതൽ വരുന്നു. പിന്നെ നമ്മളെ എൻഡോഗമി സംരക്ഷിക്കുന്ന വിഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് 1911 നമുക്ക് കോട്ടയം രൂപത ഉണ്ടാകുന്നു. അപ്പോൾ ആ രൂപതയെ ബേസ് ചെയ്ത് നമ്മൾ പോകുന്നു. മറ്റുള്ളവർക്ക് പല വിവിധ രൂപതകൾ വിവിധ മേഖലകളുണ്ടാകുന്നു. അപ്പം നമ്പർ ബേസിൽ അവർ അത്തരത്തിൽ സീറോ മലബാറിൻ്റെ വളർച്ച നോക്കുമ്പോൾ ആ ലെവലിൽ പോകുന്നുവെങ്കിൽ പോലും ഇതിൻ്റെ ബേസ് ക്നാനായ സമുദായമാണ്. അപ്പോൾ ശരിയാണ്, വളർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരിൽ ചിലരെങ്കിലും നമ്മളെ ചെറുതായി കാണാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമാണെന്നോ പറയാൻ പറ്റത്തില്ല, അതത്ര ശക്തമാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയൊരു ചിന്താഗതികൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. സാറേ, അവരെന്ന് പറയുമ്പോഴത്തേനും അവരുടെ ചില കോർണറിൽ നിന്നുള്ളൂ. അതായത് പ്രധാനപ്പെട്ട സീറോ മലബാറിൻ്റെ ചരിത്രപരമായിട്ട് പഠിക്കുന്ന പിതാക്കന്മാർ, വൈദികർ, അവരൊന്നും ഒരിക്കലും ക്നാനായ സമുദായത്തെ തള്ളിപ്പറയത്തില്ല. അതുപോലെ തന്നെ സീറോ മലബാറിനെക്കുറിച്ചും ക്നാനായ സമുദായത്തെക്കുറിച്ചും വസ്തുതാപരമായിട്ട് പഠിക്കുന്ന ക്നാനായ സമുദായങ്ങളും സീറോ മലബാറിനെ തള്ളിപ്പറയത്തില്ല. കാരണം ഇത് ഒരു ആത്മാവും ശരീരവും പോലെ ഒന്നിച്ചു പോകുന്ന കാര്യമാണ്. ഞാൻ അത് തന്നെ എടുത്തു പറയുന്നത്, സീറോ മലബാർ ഹൈറാർക്കിയിൽ നിന്നും നമുക്ക് വലിയ സപ്പോർട്ടും വലിയ സഹകരണവും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള ചില, അതായത് അപൂർവം ചിലരെങ്കിലും നമ്മളെ ചെറുതായി കാണിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയുണ്ട്. അല്ല, അത് ഒന്നെങ്കിൽ അവരെ ഇതിനെക്കുറിച്ച് പഠിക്കാഞ്ഞിട്ടോ അറിവുകൊണ്ടോ ആകാം. പിന്നെ ചിലരെ സംബന്ധിച്ചോളം കണ്ണടച്ചിട്ടാക്കുന്നവരും ഉണ്ടാകും. ഇവരുടെ സപ്പോർട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണല്ലോ നമ്മൾ റോമിൽ പോയപ്പോൾ ഓറിയൻ്റൽ കോൺഗ്രേഷനുമായി ചർച്ച നടത്തുന്നതിന് അഭിനയ മേജർ ആർച്ച് ബിഷപ്പും പാമ്പ്ലാനി പിതാവ് ഉൾപ്പെടെ റോമിൽ നമുക്ക് വലിയ ഒരു സപ്പോർട്ട് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സീറോ മലബാർ സഭയുടെ സപ്പോർട്ടിലൂടെ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അവരുടെ സപ്പോർട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടായിരിക്കും, അത് ഭാവിയിലും കിട്ടും. കാരണം അതിൻ്റെ കാരണം 24 വ്യക്തിഗത സഭകൾ ഒന്നായിട്ടുള്ള സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഏതൊരു അംഗീകാരവും നമുക്ക് ആവശ്യമാണ് വളർച്ചയ്ക്ക്. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാകുന്ന ശുഭോദാർഹമാണ്, സന്തോഷകരമാണ്. എന്നാൽ മറ്റു തരത്തിലുണ്ടാകുന്നതിനെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരുത്താനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. തീർച്ചയായിട്ടും സാറേ, ക്നാനായ സമുദായം ഒട്ടനവധി വെല്ലുവിളികളെ അഭിമുഖീകരിച്ചാണ് കടന്നു വന്നത്.
AD 345 പ്രേക്ഷിതദൗത്യവുമായി കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിലേക്ക് വന്ന നമ്മൾ ചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ എത്ര റോയലായിട്ടാണ് നമ്മൾ ജീവിച്ചതും കടന്നു വന്നതും. അന്നൊക്കെ ധാരാളം വെല്ലുവിളി നമുക്കുണ്ടായിട്ടുണ്ട്. പല സൈന്യാധിപന്മാരായും ക്നാനായക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. വടക്കും കൂറും തെക്കും കൂറും സംഭവങ്ങളൊക്കെ നമുക്കറിയാം. തുടർന്ന് കാർഷിക വൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 3 നൂറ്റാണ്ടുകളോളം നമ്മുടെ കാരണവന്മാർ ജീവിച്ചു പോന്നു. അതിനുശേഷം ഏതാണ്ട് 1975 കാലഘട്ടത്തോടു കൂടിയാണ് നമ്മുടെ സമുദായ അംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്കായി പോവുകയും അങ്ങനെ നമ്മുടെ സമ്പൽ സമൃദ്ധി വ്യാപകമായി വർദ്ധിക്കുകയും ചെയ്തു. ഇത് നമ്മുടെ വളർച്ചയുടെ ഒരു നിർണായകഘട്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ക്നാനായ സമുദായം ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ആശങ്ക നമുക്കുണ്ടോ? എൻ്റെ ചോദ്യവും എൻ്റെ ഉത്തരവും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും സർവശക്തനായ ദൈവത്തിൻ്റെ പൂർണ്ണ സംരക്ഷണമുള്ള ഒരു ജനതയാണ് ക്നാനായ സമുദായം. അതുകൊണ്ട് ഈ സമുദായത്തിനെതിരെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും ആക്രമണങ്ങളെയും സർവശക്തനിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും, അതിജീവിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിൽ ഈ സമുദായത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകളോ ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. യാതൊരു ആശങ്കയില്ല സാറേ. സാറ് തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് അത് വിജയിച്ചാണ് നമ്മളിപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് കേട്ടതനുസരിച്ച് സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം നമ്മുടെ സമുദായം നിലനിൽക്കുക തന്നെ ചെയ്യും. വെരി ഗുഡ്. ഈ സൈബർ ആക്രമണമൊന്നും നമ്മളെ ഒരു തരത്തിലും ബാധിക്കുകയില്ല. സമുദായത്തെ സ്നേഹിക്കുന്ന, സമുദായത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏതൊരാളും ഈ സമുദായം വിട്ടു പോകാൻ ആഗ്രഹിക്കുകയുമില്ല. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ സാറേ, നമ്മൾ ഇപ്പോൾ ഇവിടെ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളവിടെ നിന്ന് പോകുന്നപ്പോൾ യാത്രയായ തൊട്ട്, അതായത് സെപ്പറേറ്റ് നമ്മൾ യാത്രയായ ആ സാഹചര്യം തൊട്ട് നമ്മൾ കപ്പൽ യാത്രയിലുടനീളം മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ആയിരുന്നവർ സമുദ്രത്തിൽ തന്നെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നും ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ പോരേണ്ടതില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പക്ഷേ പരിവപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പിന്നീട് ഇങ്ങനെ വന്നിട്ട് നമ്മളിവിടെ സകല പ്രതാപത്തോടു കൂടിയാണ് നമ്മളിങ്ങനെ വരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളുടെ രാജാക്കന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് അവർക്കൊക്കെ ശക്തി പകർന്ന് ബുദ്ധി പകർന്ന് വളരെ പ്രതാപത്തോടെ നമ്മൾ കടന്നു. പിന്നീട് നമ്മൾ വളരെ ദരിദ്രരാക്കപ്പെട്ടു. കാരണം കലാപങ്ങളിലൂടെയൊക്കെ നമ്മൾ ചിതറിക്കപ്പെട്ടു, പല സ്ഥലങ്ങളിലേക്കായി കുടിയേറിക്കപ്പെട്ടു. അവിടെ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഏകദേശം 250-300 വർഷക്കാലം നമ്മൾ തൂമ്പായും കത്തിയെടുത്ത് നമ്മൾ കർഷക വൃത്തിയിലേക്ക് ഏർപ്പെട്ടു. അങ്ങനെ നമ്മൾ അതിജീവിച്ച് വന്നു. അങ്ങനെ പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ പള്ളികളുണ്ടാകുന്നു, സ്കൂളുകളുണ്ടാകുന്നു, നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉയരുന്നു. അത്തരത്തിൽ നമ്മൾ വിദേശ ജോലികൾ കരസ്ഥമാക്കുന്നു. ഇപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കുടിയേറിയിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പ്ലാനും പദ്ധതിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നത് ഒരേ ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്കിന്ന് സാമ്പത്തികമായിട്ട് വലിയ പരാതികളൊന്നും നമുക്ക് ഇല്ല. പക്ഷേ നമ്മൾ കുടിയേറിയിരിക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ എൻഡോഗമി സംരക്ഷിച്ചുകൊണ്ട് പോകാം, അതിനവിടെ ഉള്ള നിയമ സാഹചര്യങ്ങൾ വെച്ച് അതിന് വെല്ലുവിളിയുണ്ട്. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളി. ഇതിനെ നമ്മൾ എങ്ങനെ ധരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതായത് ഓരോരുത്തരും അവരവരുടേതായ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. പക്ഷേ നമ്മളിതിനെല്ലാം ഏകീകരിച്ചുകൊണ്ട് നമ്മൾ സഭയോടൊപ്പം കോട്ടയം രൂപതയോടൊപ്പം ഒന്നിച്ച് മുന്നേറുന്ന സാഹചര്യമാണ് KCCയും KCC ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലുള്ളത്. പക്ഷേ ചിലരെ സംബന്ധിച്ചോളം സഭയെടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് സമുദായത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട്, അല്ലാണ്ട് സമുദായം വേണ്ടാഞ്ഞിട്ടല്ല, കൊണ്ട് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് അല്ലെ കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ വർക്ക് ചെയ്യണം, അല്ലെ
ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേനും എന്തുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും സീറോ മലബാർ രൂപത പറയുന്ന പോലെ തന്നെ നിൽക്കുന്നു, അല്ലെ റോം പറയുന്ന പോലെ തന്നെ നിൽക്കുന്നു, നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് എടുത്ത് മുമ്പോട്ട് പോക്കൂടെ എന്നൊക്കെയുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ നമ്മൾ റോമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, കത്തോലിക്ക സഭയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ സഭാപരമായി പാലിക്കേണ്ട ചില അച്ചടക്കമുണ്ട്. അപ്പം അതും കൂടെ കൂട്ടിച്ചേർത്ത് വേണം നമുക്ക് മുമ്പോട്ട് വളരാനായിട്ട്. അത്തരത്തിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളെങ്ങനെ നമ്മുടെ വേരുറപ്പിക്കണം എന്നുള്ളതിലാണ് നമ്മുടെ ഒരു തർക്കം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ എക്കാലങ്ങൾ നമ്മുടെ യാത്രയായ അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിരുന്ന വിവിധങ്ങളായ തടസ്സങ്ങളും പ്രയാസങ്ങളും നമ്മൾ എങ്ങനെ തരണം ചെയ്തോ അതിലും ഭംഗിയായി തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങളും ഈ അതിജീവനവും വിദേശങ്ങളിലെ നമ്മുടെ സമുദായത്തെ എൻഡോഗം സംരക്ഷിച്ചുകൊണ്ടുള്ള നമ്മുടെ അതിജീവനവും നമ്മൾ ഭംഗിയായി മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ക്രിസ്തുവിനാൽ അല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ സംരക്ഷിച്ച് ഭൂമിയും ചന്ദ്രനുമുള്ള കാലമൊക്കെയും നിലനിന്ന് പോകേണ്ട സമുദായമാണ് കനാനായ സമുദായം. ദൈവത്തിന് ഇതിനുമേ പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. നമ്മൾ യഹൂദ പാരമ്പര്യം പേറുന്ന യഹൂദ പോലെ തന്നെ ദൈവത്താൽ സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഇതിങ്ങനെ തന്നെ പോകും. കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ അതിൻ്റെ എല്ലാ ശോഭയോടും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത കനാനായ കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബാബു PA പറമ്പടത്തുമലയിലിനും ജനറൽ സെക്രട്ടറി ശ്രീ ബേബി മുളവൽപ്പുറത്തിനും പ്രത്യേകം നന്ദി. ഓക്കെ, താങ്ക് യു.